നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അസൈൻമെൻറ്റ് വെച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിന് മുന്നായിട്ട് അസൈൻമെൻറ്റ് വെക്കണം. അസൈൻമെൻറ്റ് വെക്കാതെ എക്സാം എഴുതാൻ പറ്റില്ല. അതാണ് ഇഗ്നോയുടെ റൂള്. അപ്പോൾ അസൈൻമെൻറ്റ് എന്തായാലും വെക്കണം. അപ്പോൾ അസൈൻമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ അസൈൻമെൻറ്റിൽ ഫ്രണ്ടിൽ വെക്കേണ്ട പേജസ്, അതുപോലെ കുറേ ഷോർട്ട് വീഡിയോസ്, അതായത് ഫ്രണ്ട് പേജ് ഫില്ലിങ്, ഇവാലുവേഷൻ ഷീറ്റ് ഫില്ലിങ്, അക്നോളജ്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് പേജ് ഓർഡർ ചെയ്യുക, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടതാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിനകത്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സെൻറ്ററിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഓൺലൈനായിട്ട് സബ്മിഷൻ ഇല്ല. ഓൺലൈൻ പ്രോഗ്രാം സ്റ്റുഡൻസിന് LMS പോർട്ടൽ വഴി ചെയ്യാം. അതേസമയം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ റിലേറ്റീവ്സിനെ കൊണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് അങ്ങനെ നല്ല ലോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ കോൺടാക്ട് ചെയ്യാം. പോസ്റ്റിൽ അയക്കട്ടെ എന്ന് ചോദിക്കുക. പോസ്റ്റിൽ അയക്കാം എന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പോസ്റ്റിൽ അയക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളവിടെ നേരിട്ട് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നാണ് പലർക്കും അറിയേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ജൂണിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ നമ്മൾ March 31 ആണ് നമ്മുടെ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇഗ്നോയുടെ ഒഫീഷ്യൽ ലാസ്റ്റ് ഡേറ്റ് March 31 ആണ്. ഈ ഒരു ഡേറ്റ് April 30 May 31 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കിട്ടുമെന്ന് അറിയില്ല. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് March 31 ആണ്. നമ്മുടെ അസൈൻമെൻറ്റ് വാങ്ങുന്നത് നമ്മുടെ സ്റ്റഡി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ സ്റ്റഡി സെൻറ്ററിന് റൈറ്റ് ഉണ്ട് എപ്പോൾ വാങ്ങാം എന്നുള്ളത്. പല സ്റ്റഡി സെൻറ്റേഴ്സും പല രീതിയിലാണ് അസൈൻമെൻറ്റ് വാങ്ങുന്നത്. പല ഡേറ്റിനാണ്. അപ്പോൾ അവർ പറയുന്ന പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടിയിട്ടുണ്ടാവും, അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ വന്നപ്പോൾ അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ ഇഗ്നോ പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു സ്റ്റഡി സെൻറ്ററിലാണ് നമ്മളിത് വെക്കേണ്ടത്. അതുകൊണ്ട് ആ ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ എപ്പോഴാണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റഡി സെൻറ്ററിൽ മാത്രം എന്തെങ്കിലും കോമൺ ഇൻസ്ട്രക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കുക. ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം അവരാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് നോക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ഡേറ്റിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും വേണം. പല അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് March 15 March 31 April 15 April 30 May 31 June 30 ഇങ്ങനെയൊക്കെ കാണും. അത് അസൈൻമെൻറ്റ് വാലിഡിറ്റി ഡേറ്റ് ആണ്. അതൊരിക്കലും അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് അല്ല. അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് March 31 കോമൺ ആയിട്ട് വരുന്നത്. പല സ്റ്റഡി സെൻറ്റേഴ്സും March 1 തൊട്ടിട്ട് March 31 വരെ വാങ്ങുന്നുണ്ട്. ചില സ്റ്റഡി സെൻറ്റർ ഇപ്പോഴേ പറയുന്നുണ്ട് ഞങ്ങൾ April 30 വരെ വാങ്ങുന്നുള്ളത്. പക്ഷേ കോമൺ ഡേറ്റ് March 31 ആണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക ഏതാണ് ഡേറ്റും കാര്യങ്ങളും, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുക. പല സ്റ്റഡി സെൻറ്റേഴ്സും പല രീതിയിലാണ് പ്രവർത്തിക്കുക. ചിലവർ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ. ചില സ്റ്റഡി സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ലീവാണ്. ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ലീവായിരിക്കും. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. എന്തായാലും അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റൊക്കെ നോർമലി എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ വഴി തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ വീഡിയോസും കാര്യങ്ങളും ലിങ്ക് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. സബ്മിഷൻ ഡേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ അനുസരിച്ചിട്ടായിരിക്കും. അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ബൈ.